PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ 200 ഡേ ചലഞ്ച് എന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിലബസ് പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ ഓൾറെഡി നമ്മൾ ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് മഹാസമുദ്രങ്ങളെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം സമുദ്രചലനങ്ങളുമായി ബന്ധപ്പെട്ട് PSC എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് പറയാൻ പാകത്തിന് സമുദ്രചലനങ്ങളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പഠിക്കാൻ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, പ്രീവിയസ് ഇയർ സെറ്റുകൾ, അതുപോലെ SCERT പാഠപുസ്തകങ്ങളെ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, ഇതെല്ലാം ആവശ്യമായിട്ട് വരും. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനുള്ള സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകൾ ലഭ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും മെസ്സേജ് ചെയ്യുക. അപ്പൊ നമുക്ക് പഠിക്കാം സമുദ്ര ചലനങ്ങൾ. ഇപ്പൊ സമുദ്രചലനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ. തിരകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ എന്നിവയാണ് സമുദ്രജലത്തിന്റെ ചലനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ സമുദ്രജലത്തിന്റെ ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? തിരമാലകൾ വരും, വേലികൾ വരും, ജലപ്രവാഹങ്ങൾ വരും. സമുദ്രജല ഉപരിതലത്തിന്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനമാണ് തിരകൾ. സമുദ്രജല ഉപരിതലത്തിന്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനത്തെ തിരകൾ എന്നും, തിരയുടെ ഉയർന്ന ഭാഗത്തെ തിരാശിഖരമെന്നും, തിരയുടെ താഴ്ന്ന ഭാഗത്തെ തിരാതടമെന്നും വിളിക്കുന്നു. അപ്പൊ ഒരു തിര ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ ഉയർന്ന ഭാഗം, ഈ ഒരു പോർഷൻ എന്തെന്ന് വിളിക്കുന്നു? തിരാശിഖരം എന്ന് വിളിക്കുന്നു. തിരാശിഖരം എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് ഒരു തിര മലയിടിച്ചിന് പോകുമ്പോൾ ഏറ്റവും ഉയർന്ന ഈ ഒരു ഭാഗത്തെ എന്ന് വിളിക്കുന്നു? തിരാശിഖരം എന്നും, ഈ ഒരു താഴ്ന്ന ഭാഗം, ആ താഴ്ന്ന ഭാഗത്തെ തിരാതടം എന്നും വിളിക്കുന്നു. അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിൽ, അതായത് ഈ ഒരു തിരാശിഖരവും തമ്മിലുള്ള ഈ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനെ എന്തെന്ന് വിളിക്കുന്നു? അതിനെ തിരദൈർഘ്യം എന്ന് വിളിക്കുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ്? തിരമാലകള്, വേലികള്, ജലപ്രവാഹങ്ങൾ, ഇതൊക്കെയാണ് സമുദ്രജലത്തിന്റെ ചലനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോ സമുദ്ര ഉപരിതലത്തിന്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനത്തെയാണ് തിരകൾ എന്ന് വിളിക്കുക. അപ്പൊ തിരകൾ എന്ന് പറയുമ്പോൾ തിരകൾ ഇങ്ങനെ പോവുകയാണല്ലേ. അപ്പൊ തിരയുടെ ഉയർന്ന ഭാഗം, ഈ ഒരു ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു? തിരയുടെ ഈ ഒരു ഉയർന്ന ഭാഗത്തെ തിരാശിഖരം എന്നും, തിരയുടെ ഈ ഒരു താഴ്ന്ന ഭാഗം അതിനെ തിരാതടം എന്നും വിളിക്കുന്നു. ഇത് രണ്ട് തിരാശിഖരം തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പിന്റെ ഈ ഒരു സ്പേസ്, ഇതിനെന്ന് വിളിക്കുന്നു? തിരാദൈർഘ്യം എന്നും വിളിക്കപ്പെടുന്നു. ഇനി അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ് എന്ത് വിളിക്കുന്നത്? ഈ ഒരു അകലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തിരാദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബ ദൂരം തിരോന്നതി. എന്താണ്? തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബമായിട്ടുള്ള ആ ദൂരത്തെ തിരോന്നതി എന്നു വിളിക്കുന്നു. കാറ്റുകൾ സമുദ്രജല ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരമാലകൾക്ക് കാരണം. എന്തുകൊണ്ടാണ് തിരകൾ ഉണ്ടാകുന്നത്? കാറ്റുകൾ സമുദ്രജല ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണമാകുന്നത്. കേരളത്തിൽ കൂടുതലായി കടലാക്രമണം സംഭവിക്കുന്ന സമയം ജൂൺ ജൂലൈ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ്. എന്താണ്? ജൂൺ ജൂലൈ മാസങ്ങളില് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ് കേരളത്തിൽ കൂടുതലായിട്ട് കടലാക്രമണം സംഭവിക്കുന്നത്. അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെ തിരാദൈർഘ്യമെന്നും, തിരാതടം മുതൽ തിരോന്നതി വരെയുള്ള ലംബ ദൂരത്തെ തിരാതടം മുതൽ തിരോശിഖരം വരെയുള്ള ലംബ ദൂരത്തെ തിരോന്നതി എന്നും, കാറ്റുകൾ സമുദ്രജല പരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് എന്തിനു കാരണം? തിരകൾക്ക് കാരണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടലാക്രമണം സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളില് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്.
ഇനി കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെ മാർഗങ്ങളാണ് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രധാനമായിട്ടും സ്വീകരിക്കുന്നത്? ഒന്ന്, കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ. കടലോരങ്ങളില് പാറകൾ നിക്ഷേപിക്കൽ, പുലിമൂട്ടുകൾ നിർമ്മിക്കൽ, കണ്ടൽ കാടുകൾ വച്ചുപിടിപ്പിക്കൽ. എന്തൊക്കെയാണ്? കണ്ടൽ കാടുകൾ വച്ചുപിടിപ്പിക്കൽ, പുലിമൂട്ടുകൾ നിർമ്മിക്കൽ, കടലോരങ്ങളില് പാറകൾ നിക്ഷേപിക്കൽ ഒക്കെ എന്താണ്? കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ്. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. നിങ്ങൾ അറിയില്ലേ ചാകര കേട്ടോ? പ്രതിഭാസം കേട്ടിട്ടില്ലേ? എന്താണ്? മീനൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ആ ഒരു സമയം അല്ലെ? മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ ഏത് കടലിലാണ് സംഭവിക്കുന്നേ? അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ഈ ചാകര എന്ന് പറയുന്നത്. ഇപ്പൊ ചാകര എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഒരു സയന്റിഫിക് വശം എന്താ? ചെളി അടിഞ്ഞുകൂടിയിട്ടുള്ള ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ മത്സ്യങ്ങള് കൂട്ടമായി എത്തും. ആ ഒരു പ്രതിഭാസത്തെയാണ് ചാകര എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൂട്ടമായി എത്തുമ്പോൾ വല ഇട്ട് കഴിഞ്ഞാൽ എന്താ? ധാരാളം മീനുകൾ ലഭിക്കും. അപ്പൊ നമുക്ക് എന്താ? അപ്പൊ ആ ഒരു പ്രതിഭാസം വരുമ്പോൾ എന്ന് പറയും? ചാകര വന്നു എന്ന് പറയൂ അല്ലെ? ചാകര എവിടെയാ സംഭവിക്കുന്നേ? അറബിക്കടലിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഓർക്കുക, കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കല്, പുലിമൂട്ടുകൾ നിർമ്മിക്കല്, കണ്ടൽ കാടുകൾ വച്ചുപിടിക്കൽ. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്ന പ്രതിഭാസത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ചാകര എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സമുദ്രജലവിധാനത്തിന്റെ ഉയർച്ച ഏത് പേരിൽ അറിയപ്പെടുന്നു? വേലിയേറ്റം. എന്താണ്? സമുദ്രജലവിധാനത്തിന്റെ ഉയർച്ചയെ വേലിയേറ്റം എന്നും സമുദ്രജലവിധാനത്തിന്റെ താഴ്ചയെ വേലിയിറക്കം എന്നും വിളിക്കുന്നു. ഇപ്പൊ തന്നെ പഠിച്ചേ, സമുദ്രജലവിധാനത്തിന്റെ ഉയർച്ച ഏത് പേരിൽ അറിയപ്പെടുന്നു? വേലിയേറ്റം. സമുദ്രജലവിധാനത്തിന്റെ താഴ്ച ഏത് പേരിൽ അറിയപ്പെടുന്നു? വേലിയിറക്കം. ഇനി എന്തുകൊണ്ടാണ് ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്? സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നടത്തുന്ന ആകർഷണവും അപകേന്ദ്ര ബലവും കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? നമുക്ക് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. അപ്പൊ വേലികൾ രൂപപ്പെടാൻ കാരണം എന്താണ്? സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നടത്തുന്ന ആകർഷണവും അപകേന്ദ്ര ബലവുമാണ് ഭൂമിയിലെ സമുദ്രജലത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകാൻ കാരണം. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്ന ദിവസങ്ങൾ, സൂര്യനും ചന്ദ്രനും ഭൂമിയും എന്ത് ചെയ്യുന്നു? ഒരേ രേഖയിൽ വരുന്ന ദിവസമാണ് പൗർണമി. സൂര്യനായിക്കോട്ടെ ചന്ദ്രനായിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ ഒരേ രേഖയിൽ വരുന്ന ദിവസമാണ് ഏത്? അമാവാസി അല്ലെങ്കിൽ പൗർണമി എന്ന് വിളിക്കുന്നത്. വെളുത്ത വാവാണ് ഈ പൗർണമി, കറുത്ത വാവ് എന്താ? അമാവാസി. ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ വേലിയേറ്റമാണ് വാവുവേലികൾ എന്നറിയപ്പെടുന്നത്. അതായത് ഈ പൗർണമിയിലോ അമാവാസിയിലോ ഉണ്ടാകുന്ന ശക്തമായ വേലിയേറ്റങ്ങളെ വാവുവേലികൾ എന്നാണ് വിളിക്കുന്നത്. സാധാരണ ഒരു ദിവസം 2 തവണയാണ് വേലികൾ ഉണ്ടാകുന്നത്. ചന്ദ്രന്റെ ആകർഷണ ബല നിമിത്തം ചന്ദ്രന് അഭിമുഖമായി ഭൂമിയുടെ ഭാഗങ്ങളിൽ വേലിയേറ്റം ഉണ്ടാകാറുണ്ട്. അപ്പൊ സമുദ്രജലവിധാനത്തിന്റെ ഉയർച്ചയെ വേലിയേറ്റമെന്നും സമുദ്രജലവിധാനത്തിന്റെ താഴ്ചയെ വേലിയിറക്കം എന്നും വിളിക്കുന്നു. വേലികൾ ഉണ്ടാകുന്നതിന് കാരണം സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നടത്തുന്ന ആകർഷണവും അപകേന്ദ്ര ബലവുമാണ്. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഭൂമിയില് നേർരേഖയിൽ വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാ? അമാവാസിയും പൗർണമിയുമാണ്. അമാവാസിയും പൗർണമിയും ഉണ്ടാകുന്ന ശക്തമായ വേലിയേറ്റങ്ങളെ വാവുവേലികൾ എന്ന് വിളിക്കുന്നു. സാധാരണ ഒരു ദിവസം 2 തവണയാണ് ഈ വേലികൾ ഉണ്ടാകുന്നത്. ചന്ദ്രന്റെ ആകർഷണ ബല നിമിത്തം ചന്ദ്രന് അഭിമുഖമായി ഭൂമിയുടെ ഭാഗങ്ങളിൽ വേലിയേറ്റം സംഭവിക്കാറുണ്ട്. ഇനി വേലികൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങൾ വേലിയിറക്കം സംഭവിക്കുന്നു. അപ്പൊ വേലിയേറ്റങ്ങൾ എവിടെയാണോ ഉണ്ടാകുന്നത് അതിന്റെ ആ സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ഓട്ടോമാറ്റിക് വേലിയേറ്റത്തെ ആണെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് എന്ത് സംഭവിക്കും? വേലിയിറക്കം സംഭവിക്കും. സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്ന ദിവസങ്ങൾ. സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്ന ദിവസങ്ങൾ ഏതൊക്കെയാ? അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്ന ഏതൊക്കെ ദിവസങ്ങളിലാണ്? അമാവാസിയും പൗർണമിയും എന്നീ ദിവസങ്ങൾക്ക് ശേഷമുള്ള 7-ാം ദിവസമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചന്ദ്രൻ 1-ാം പദത്തിലോ 3-ാം പദത്തിലോ ആയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ദുർബല വേലികളെ സപ്തവേലി എന്ന് വിളിക്കുന്നു. എന്താണ്? ചന്ദ്രൻ 1-ാം പദത്തിലോ 3-ാം പദത്തിലോ ആയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ദുർബലമായ വേലികളാണ് ഏത്? സപ്തമി വേലി എന്ന് വിളിക്കുന്നത്.
ശക്തി കുറഞ്ഞ വേലിയേറ്റം സപ്തമി വേലി എന്നറിയപ്പെടുന്നു. അപ്പൊ സപ്തമി വേലി എന്ന് പറഞ്ഞ എന്താ, വളരെ ശക്തി കുറഞ്ഞൊരു വേലിയേറ്റമാണ്. രണ്ട് വേലികൾക്കിടയിലുള്ള സമയ ദൈർഘ്യം 12 മണിക്കൂർ 25 മിനിറ്റ് ആണ്. എന്താണ്, രണ്ട് വേലികൾക്കിടയിലുള്ള ഒരു സമയ ദൈർഘ്യം എന്ന് പറയുന്നത് 12 മണിക്കൂർ 25 മിനിറ്റ് ആണ്. അപ്പൊ വേലിയേറ്റങ്ങൾക്ക് വിധേയമാവുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലുള്ള പ്രദേശങ്ങളിൽ വേലി ഇറക്കം സംഭവിക്കുന്നു. സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്ന ദിവസങ്ങൾ അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോഴാണ്. ചന്ദ്രൻ ഒന്നാം പദത്തിലോ മൂന്നാം പദത്തിലോ ആയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ദുർബലമായ വേലികൾ സപ്തമി വേലികൾ എന്നറിയപ്പെടുന്നു. ശക്തി കുറഞ്ഞ വേലിയേറ്റം സപ്തമി വേലി എന്നറിയപ്പെടുന്നുണ്ട്. രണ്ട് വേലികൾക്കിടയിലുള്ള സമയ ദൈർഘ്യം എന്ന് പറയുന്നത് 12 മണിക്കൂർ 25 മിനിറ്റ് ആണെന്നും ഓർക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ വേലിയേറ്റം അനുഭവപ്പെടുന്ന സ്ഥലം എവിടെയാ? ഫണ്ടി ഉൾക്കടലാണ് കേട്ടോ. ഫണ്ടി ഉൾക്കടൽ കാനഡയിലാണുള്ളത്. കടലിന്റെ പ്രത്യേക ഭാഗത്ത് ആൽഗകൾ നിയന്ത്രിതമായി പെരുകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ചുമപ്പ് വേലിയേറ്റം അഥവാ എന്താണ്, കടൽക്കറ എന്നറിയപ്പെടുന്നു. കടലിന്റെ പ്രത്യേക ഭാഗത്ത് ആൽഗകൾ അനിയന്ത്രിതമായിട്ട് പെരുകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ചുമപ്പ് വേലിയേറ്റം അഥവാ കടൽക്കറ എന്നറിയപ്പെടും. കരയിൽ നിന്ന് കടലിലേക്ക് മറിച്ചു നീക്കം ചെയ്യപ്പെടുന്ന എന്താണ്, മണൽ അന്യോന്യം തടയിട്ട് തീരങ്ങളിൽ രൂപം കൊള്ളുന്നതാണ് മണൽ ഭിത്തികൾ. കരയിൽ നിന്ന് കടലിലേക്കും മറിച്ച് കടലിൽ നിന്ന് കരയിലേക്കുമായിട്ട് മണൽ ഭിത്തികൾ അന്യോന്യം രൂപം കൊള്ളുന്ന തടയണെ എന്ത് വിളിക്കുന്നു? അത് മണൽ ഭിത്തികൾ എന്ന് വിളിക്കുന്നു. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലം രൂപം കൊള്ളുന്ന വിനാശകാരികളായിട്ടുള്ള വൻ തിരമാലകളാണ് സിസ്മിക് കടൽത്തിരകൾ അല്ലെങ്കിൽ സുനാമി എന്ന് വിളിക്കുന്നത്. അപ്പൊ കടൽത്തറകളിൽ ഉണ്ടാകുന്ന അടിത്തട്ടിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതമോ ഭൂകമ്പമോ ഒക്കെ എന്തിനുണ്ടാക്കുന്നു? ഇത്തരത്തിലുള്ള വലിയ വലിയ തിരമാലകൾ ഉണ്ടാക്കുന്നതിന്, അതായത് ഈ സുനാമി ഉണ്ടാകുന്നതിന് കാരണമായിട്ട് തീരുന്നു. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് സമുദ്രജലത്തിന് തുടർച്ചയായ പ്രവാഹം ഏതു പേരിൽ അറിയപ്പെടുന്നു? സമുദ്രജല പ്രവാഹം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ്, ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സമുദ്രജല പ്രവാഹം എന്ന് വിളിക്കുന്നു. സമുദ്രത്തിലെ നദികൾ എന്നറിയപ്പെടുന്നത് ഈ സമുദ്രജല പ്രവാഹങ്ങളാണ് കേട്ടോ. സമുദ്രത്തിലെ നദികൾ എന്നറിയപ്പെടുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്നും ഓർക്കുക. അപ്പൊ കരയിൽ നിന്ന് കടലിലേക്ക് മറിച്ചു നീക്കം ചെയ്യപ്പെടുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട് തീരങ്ങളിൽ രൂപം കൊള്ളുന്നതാണ് ഏത്? മണൽ ഭിത്തികൾ. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലം രൂപം കൊള്ളുന്ന വിനാശക്തികളായിട്ടുള്ള വൻ തിരമാലകളെ സിസ്മിക് കടൽത്തിരകൾ അഥവാ സുനാമി എന്ന് വിളിക്കുന്നു. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹം സമുദ്രജല പ്രവാഹമാണ്. സമുദ്രത്തിലെ നദികൾ എന്നറിയപ്പെടുന്ന ഏതാ? ഈ സമുദ്രജല പ്രവാഹങ്ങളാണെന്നും ഓർക്കുക. സമുദ്രജല പ്രവാഹങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഉഷ്ണജല പ്രവാഹങ്ങളെന്നും മറ്റൊന്ന് ശീതജല പ്രവാഹങ്ങളെന്നും. അപ്പൊ സമുദ്രജല പ്രവാഹങ്ങൾ എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിൽ. ഏതൊക്കെയാ? ഒന്ന് ഉഷ്ണജല പ്രവാഹവും മറ്റൊന്ന് ശീതജല പ്രവാഹവും. അപ്പൊ ഉഷ്ണമേഖലയിൽ നിന്നും ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹത്തെ ഉഷ്ണജല പ്രവാഹം എന്ന് വിളിക്കുന്നു. എന്താണ്? ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണജല പ്രവാഹം എന്നറിയപ്പെടുന്നു. ഇനി നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഓർക്കുക. ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹമാണ് ഏത്? ശീതജല പ്രവാഹം. അപ്പൊ ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹം ഉഷ്ണജല പ്രവാഹം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തെന്ന് ഓർക്കുക? ശീതജല പ്രവാഹം. അതായത് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്ക് ഉപോഷ്ണ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹമാണ് ഏത്? ശീതജല പ്രവാഹം. സമുദ്രജലത്തിന്റെ സാന്ദ്രത വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ്. സമുദ്രജലത്തിന്റെ സാന്ദ്രത വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ്. ഏറ്റവും ശക്തിയേറിയ സമുദ്രജല പ്രവാഹം അന്റാർട്ടിക് സർക്കം പോളാർ സ്ട്രീം. അപ്പൊ ഏറ്റവും ശക്തിയേറിയ സമുദ്രജല പ്രവാഹം ഏതാണ്? അന്റാർട്ടിക് സർക്കം പോളാർ സ്ട്രീം ആണ്. ജപ്പാൻ പ്രവാഹം ബ്ലാക്ക് സ്ട്രീം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കുറോഷിയോ പ്രവാഹമാണ് കേട്ടോ. അപ്പൊ ജപ്പാൻ പ്രവാഹം എന്നും ബ്ലാക്ക് സ്ട്രീം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കുറോഷിയോ പ്രവാഹമാണ്. യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന ഉഷ്ണജല പ്രവാഹമാണ് ഉത്തര അറ്റ്ലാന്റിക് മിതോഷ്ണ പ്രവാഹം. യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന ഉഷ്ണജല പ്രവാഹം ഏതാണ്? ഉത്തര അറ്റ്ലാന്റിക് മിതോഷ്ണ പ്രവാഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കാറ്റ് ചോദിക്കുകയാണെങ്കിൽ മൺസൂൺ കാറ്റുകളാണ് കേട്ടോ.
ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കാറ്റ് ഏതാണ്? മൺസൂൺ കാറ്റുകളാണ്. ഇനി സമുദ്രത്തിലെ ധാതു നിക്ഷേപങ്ങൾ ഏതൊക്കെയാ? കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം, ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകം മുതലായവയ്ക്ക് എന്താണ്? സമുദ്രത്തിൽ പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? പ്രധാനമായിട്ടും സമുദ്രജല ചലനങ്ങളെ കുറിച്ചിട്ടാണല്ലേ പഠിച്ചത്. സമുദ്രചലനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിപ്പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സെറ്റുകൾ, SCRT പാഠപുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ പഴയതും പുതിയതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് തുടങ്ങിയ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്കൊരു അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.